അത് തിന്നാൻ പറ്റില്ല. അതെന്താ? ഈ മുട്ട കേടാ, തിന്നാൽ വയറുവേദനിക്കും. കേടായ മുട്ട കൊണ്ട് വേറൊരു സൂത്രമുണ്ട്. കളറടിച്ചാൽ ഗുഹയിൽ അലങ്കരിച്ചു വെക്കാം. 6-7 മുട്ടയില്ലേ, നിങ്ങൾ കളറടിക്ക്. വെളുത്ത മുട്ടയല്ലേ, അത് നല്ലതാ. അതെന്താ? വെളുത്തതിൽ എന്തു കളറും അടിക്കാമല്ലോ. നല്ല രസം. ആഹാ, കുട്ടികൾക്ക് സന്തോഷമായി. അമ്മേ, തീർന്നു. നോക്ക്, കളറടിക്കാൻ വേറെ വെളുത്ത സാധനം കിട്ടി. അതെന്താ? കണ്ടോ? ചികിത്സയുടെ ഭാഗമായി ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്താ പ്രശ്നം? എനിക്ക് ഉറക്കം കുറവാ, പേടി കാരണമാ. പേടിയോ? അതെ, ഉറക്കം തുടങ്ങുമ്പോഴേക്കും സ്വപ്നത്തിലൊരു പൂച്ച വന്ന് വല്ലാത്ത ശബ്ദത്തിൽ കരയും. അതിന്റെ ചികിത്സയിലാ ഞാൻ. അതിന്റെ ചികിത്സ അവനല്ലേ വേണ്ടത്? ഏവനി? സ്വപ്നത്തിലെ പൂച്ചയ്ക്ക് ശബ്ദം വല്ലാതിരിക്കുന്നത് അവനല്ലേ? ഇത് ശബ്ദം ശരിയാക്കാനുള്ള ചികിത്സയല്ല, എനിക്ക് ഉറക്കം കിട്ടാനുള്ള ചികിത്സയാ. വൈദ്യരൊരു വഴി പറഞ്ഞു തന്നു, പക്ഷേ അത് ചെയ്യാൻ പറ്റണ്ടേ. ഒരു 10 മിനിറ്റ് സ്വസ്ഥമായി പുതച്ചുറങ്ങണം. പക്ഷെ അത് പറ്റുന്നില്ല. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. ചുമ്മാ കിടന്നുറങ്ങിയാൽ പോരാ, പ്രത്യേക സ്ഥലത്ത് പ്രത്യേക പുതപ്പ് പുതച്ച് ഉറങ്ങണം. അതിനാദ്യം പ്രത്യേക സ്ഥലത്ത് കയറി പറ്റണം. നമ്മുടെ ഗുഹ പ്രത്യേക സ്ഥലമാണോ സൂത്ര? പുതയ്ക്കാൻ കയറി പറ്റണോ? മനസ്സിലായില്ല. ഉദാഹരണം പറയാം, മാവിന്റെ ഇലകൾ പുതച്ച് ഉറങ്ങണമെന്ന് കരുതുക. അതിന് മാവിന്റെ മുകളിൽ കയറി കിടക്കേണ്ടേ? മുകളിൽ തന്നെ കിടക്കണമെന്നില്ല. മാവില പറിച്ച് പുതപ്പാക്കി താഴെ കിടന്നാൽ പോരെ? ഓ, അത് ശരിയാണല്ലോ. അതെന്റെ ബുദ്ധിയിൽ വന്നില്ല. അതിനത്ര ബുദ്ധിയൊന്നും വേണ്ട. താങ്ക് യു ഐഡിയ പറഞ്ഞു തന്നതിന്. ഇവനാളൊരു മണ്ടനാണല്ലോ. എന്നാലും വൈദ്യരെന്തിനാ ഇവനോട് മാവിൽ കയറാൻ പറഞ്ഞത്? അതോ എന്റെ സംശയം, സ്വപ്നത്തിലെ പൂച്ച എന്താ മാവിൽ കയറി വരില്ലേ? എന്നെ നല്ലല്ലേ, എല്ലാം സൂത്രൻ ചേട്ടൻ പറഞ്ഞിട്ടാണേ. ആരാ തൊല്ലാൻ വരുന്നത്? കടിയൻ സിംഹം. ദ്രോഹി, എന്നിട്ട് അതിനാണ് നീ എന്റെ പേര് പറഞ്ഞത്? ചേടാ, ചേട്ടനല്ലേ പറഞ്ഞത് മുകളിൽ കയറി പുതച്ചു കിടക്കേണ്ട, പറിച്ചെടുത്ത് പുതപ്പുണ്ടാക്കി താഴെ കിടന്നാൽ മതിയെന്ന്. മാവില പറിച്ച് പുതച്ചതിനാണോ കളിയെ നല്ലാൻ വരുന്നത്? മാവില ഞാൻ ഉദാഹരണമായി പറഞ്ഞതല്ലേ. സിംഹത്തിന്റെ തലയിൽ പുതച്ചു കിടന്ന് ഉറങ്ങുന്നതാ ചികിത്സ. പൊക്കം 14, ഇനി വയറളവ് നോക്കാം. വയറ് 10. അപ്പം മുതുകത്ത് ഇടികിട്ടാറുണ്ട് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? മുതുകത്ത് ഇടി കിട്ടുന്നത് വയറിനെയും ബാധിക്കും. പൊക്കവും വയറളവും നോക്കി ഇങ്ങനെ പലതും മനസ്സിലാക്കാം. കടുവച്ചാരുടെ പൊക്കം 22, വയറ് 19. കഴിഞ്ഞ ആഴ്ച 4 മുട്ട തിന്നു അല്ലേ? അല്ല, ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇതാണ് വള്ളി വിധി. വള്ളിയിലെ നമ്പർ നോക്കി അളവറിയും, അളവ് നോക്കി വിധി അറിയും. എങ്കിലേ നമുക്ക് ഇതൊരു ബിസിനസ് ആക്കാം. വള്ളി വിധി അളക്കൂ, വിധി അറിയൂ. ഫീസ് 3 മുട്ട. പൊക്കം 13, വയറ് 12. എനിക്കൊരു വയറേ ഉള്ളൂ. മീൻ തിന്നിട്ടുണ്ട് അല്ലേ? അത് നിർത്തണം. അത് വെള്ളം കുടിച്ചപ്പോ അകത്ത് കേറിയതാ. പൊക്കം 28, വയറ് 20. തനിക്ക് കല്ലേറ് കൊണ്ടിട്ടുണ്ടല്ലേ? ആരെങ്കിലും അറിഞ്ഞു കാണും, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. താൻ മുള്ളു മറിച്ചിട്ട് വാ, അല്ലെങ്കിൽ വള്ളി പൊട്ടും. ഇതിലെവിടെയോ തന്റെ വയറ്, കൃത്യമായി അടയാളപ്പെടുത്തിയിട്ട് വാ. ഭയങ്കര വെയിൽ, ഞാൻ അകത്തിരിക്കാം. നിങ്ങൾ ആരെങ്കിലും അളന്ന് നമ്പർ പറഞ്ഞാൽ മതി, വിധി ഞാൻ പറയാം. ശരി, വളർന്നോളൂ. പൊക്കം 18, വയറ് 15. മുട്ട തിന്നുമ്പോ പൊഴിഞ്ഞു തിന്നാൻ പറ. പൊക്കം 15, വയറ് 8. തല ചുറ്റൽ കാണും, വടികുത്തി നടക്കാൻ പറ. ഒരു വിനോദസഞ്ചാരി വന്നിട്ടുണ്ട്, അളക്കട്ടെ. അളന്നിട്ട് പറ. പൊക്കം 22, വയറ് 38. 38.
എങ്കിൽ ദഹനം ഭയങ്കര പ്രശ്നമാണല്ലോ. കഴിക്കുന്നത് ദഹിക്കുന്നില്ലേ എന്ന് ചോദിക്ക്. ദഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വയറുവേദന ഉണ്ടോ? ഇല്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത്രയും വയറളവ് ഉണ്ടെങ്കിൽ ഏതോ ജീവിയെ തിന്നിട്ട് അതേപടി ദഹിക്കാതെ വയറ്റിൽ കിടപ്പ. അത് ദഹിപ്പിക്കണം. വയറ്റിലുള്ളത് ദഹിപ്പിക്കാൻ സമ്മതിക്കില്ലെന്നാ പറയുന്നത്. സൂത്ര, ശരി, നമുക്ക് ഒളിച്ചു കളിക്കാം. റും. ഏ, എന്താ ശബ്ദം കേട്ടത്? സൂത്രന്റെ അമ്മി, ഒന്നിലെ പറക്കല്ലേ ഉരുണ്ട് വീണ് പടാപ്പുലിയുടെ ഗുഹയിലിടിച്ചു. ഇവിടെ അടുത്തല്ലേ, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. നല്ലൊരു ഗുഹയായിരുന്നു, മൊത്തം വീണ്ടു തകർന്നു. കഷ്ടമായി. ഗുഹ പൊളിഞ്ഞപ്പോ നിങ്ങൾക്കും സങ്കടമായി അല്ലേ? മറ്റൊരാൾക്ക് പ്രശ്നം വരുമ്പോൾ സങ്കടം തോന്നുന്നത് നല്ല സ്വഭാവമാ. കുന്നിൽ ഒളിച്ചു കളിക്കുമ്പോ ഇനി ഞാൻ കല്ലിന്റെ മുന്നിൽ ഒളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാ സങ്കടം. ബെസ്റ്റ് സ്ഥലമായിരുന്നു. പഴം നിന്നാൽ ബബവൻ മയങ്ങി വീഴും, അന്നേരം നമ്മൾ ചാടി വീഴണം. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കടിച്ചു മുറിക്കണം, ഒന്നും ബാക്കി വെക്കരുത്. പേടിയുണ്ടോ ആർക്കെങ്കിലും? പേടിയുള്ളവരാണ് ആദ്യം ചാടി വീഴേണ്ടത്. എല്ലാ പേടിയും ഇതോടെ തീരണം. ചേട്ടാ, തിന്നാൻ എന്തെങ്കിലും തന്നാൽ ഞാനൊരു രഹസ്യം പറഞ്ഞു തരാം. തിന്നാനൊന്നുമില്ല, അതുകൊണ്ട് രഹസ്യം വേണ്ട. അങ്ങനെ പറയരുത് ചേട്ടാ, കഷ്ടപ്പെട്ട് ചോർത്തിയെടുത്തതാ, ഒരു കുറ്റകൃത്യത്തിന്റെ കാര്യമാ. ബബനാനെ എലികൾ കൊന്നു തിന്നാൻ പോകുന്നു. പഴം കൊടുത്തു മയക്കി വീഴ്ത്തിയിട്ടാ ആക്രമിക്കുക. ഹിഹി, വെറും നുണ. നുണയല്ലെന്നേ, കൂട്ടുകാരോടെ ഞാൻ നുണ പറയാറുള്ളൂ. കൂട്ടുകാർ പറയുന്നത് ഒളിച്ചു നിന്നു കേൾക്കുക, അതൊക്കെ മറ്റാർക്കെങ്കിലും ചോർത്തി കൊടുക്കുക, ഇതൊക്കെ എന്റെ ശീലമായി പോയി. ഈ കുറ്റകൃത്യം നടക്കുമെന്ന് ഉറപ്പാ ചേട്ടാ ഇന്നുച്ചയ്ക്ക്. സൂത്ര, കൃത്യസമയത്ത് ചെയ്യുന്ന കുറ്റമാണോ കുറ്റകൃത്യം? ശരി, നീ പോയിക്കോ, കൂലി പിന്നെ തരാം. ഏതായാലും ബബ്ബപ്പനോട് കാര്യം പറയാം. മുന്നറിയിപ്പ് കൊടുത്തതിന് സമ്മാനം വല്ലതും കിട്ടിയാലോ. ചേട്ടാ, ഇന്നുച്ചയ്ക്ക് ചേട്ടൻ എച്ചിയിൽ അയലുകൾ തിന്നുമെന്ന് വിവരം കിട്ടി. കൃത്യമുച്ചയ്ക്കാ കുറ്റകൃത്യം. പോടോ മരങ്ങളോടോ, എലി തന്നെ ഞാനെന്താ തേങ്ങയോ? ഈ സമ്മാനമാണോ താൻ ഉദ്ദേശിച്ചത്? ഏതായാലും ബബ്ബുന്തോ ഒരു പടം തിന്നുന്നുണ്ട്. ബബബും വീണു. ദും. ചാടി വീണ് കടിച്ചു മുറുക്കി. അയ്യോ, അത് അവന്മാരാ, എലികൾ. ആളെ വിളിച്ചു കൂട്ടു ചേരൂ. ഓടി വരണേ, ബബബനെ എലികൾ തിന്നുന്നേ, കുറ്റകൃത്യം നടക്കുന്നേ. എന്റെ ചേട്ടന്മാരെ കൂവി കൂവി ഇവനെ ഉണർത്തല്ലേ. ആലിലെ രോമം കടിച്ചു മുറിച്ച് എടുത്തിട്ട് ഞങ്ങള് പൊയ്ക്കോളാം. എന്റെ അച്ഛന് നല്ല ശക്തിയാ, പാണ്ടിനെയൊക്കെ ഇടിക്കും. എന്റെ അച്ഛന് നല്ല ശക്തിയാ, പോത്തിനെയൊക്കെ ഇടിക്കും. എന്റെ അച്ഛന് കൂടുതൽ ശക്തി. അല്ല, എന്റെ അച്ഛന്. എന്റെ അച്ഛന് നിന്റെ അച്ഛനും കൂടി യുദ്ധം ചെയ്താൽ എന്റെ അച്ഛൻ ജയിക്കും. ഇല്ലില്ല, എന്റെ അച്ഛനാ ജയിക്കുക. എന്റെ അച്ഛൻ നിന്റെ അച്ഛനെ മുതുകിലിടിച്ചു വീഴ്ത്തും. ഇടിക്കാൻ വന്നാൽ എന്റെ അച്ഛൻ ഒഴിഞ്ഞു മാറും, എന്നിട്ട് കല്ലെടുക്കും. കല്ലോ? അതെന്തിനാ? കല്ലെടുത്ത് എന്റെ അച്ഛൻ നിന്റെ അച്ഛന്റെ തലക്കേറിയും. തല പൊട്ടി ചോര വന്ന് നിന്റെ അച്ഛൻ വീഴും. അങ്ങനെ എന്റെ അച്ഛൻ ജയിക്കും. സ്വതന്ത്രന്റെ അച്ഛനും എന്റെ അച്ഛനെ യോദ്ധം ചെയ്തപ്പോ സ്വതന്ത്രന്റെ അച്ഛനും എന്റെ അച്ഛനെ കല്ലെറിഞ്ഞ് വീഴ്ത്തി. വൈദ്യരെ, ചേരുവിന് മുതുക്കു വേദന. മുതുക് വല്ലാതെ വളയുന്നത് കൊണ്ടാ. തലയിലൊരു വള്ളി കെട്ടി അതിലൊരു തേങ്ങ കെട്ടി മുതുകത്തേക്ക് നീട്ടിയിടണം. തേങ്ങയോ? അതെ, അങ്ങനെ 3 ദിവസം നടക്കണം. അതാണ് ചികിത്സ. 3 ദിവസം എവിടെ നിൽക്കാൻ പറ്റില്ലേ? അയ്യോ.
എപ്പോഴും നടക്കണമെന്നല്ല, 3 ദിവസം തേങ്ങ മുതുകിൽ തൂക്കണമെന്ന് മാത്രം. വള്ളിയും തേങ്ങയും കെട്ടാൻ സൂത്രൻ സഹായിക്കില്ലേ? ശരി വൈദ്യരെ. അമ്മോ, ഇത് ഈസി അല്ല. തേങ്ങ മുതുകത്ത് ഇടിക്കുകയോ? മുതുകത്ത് ഇടിക്കാൻ തേങ്ങ എന്താ കടിയനോ? ഇതിപ്പോ തേങ്ങ ഇടിച്ച് മുതുകെളുക്കുന്ന ലക്ഷണമോ? മെല്ലെ നടന്നാൽ മതിയടോ. കുറച്ചു കഴിഞ്ഞ് റെസ്റ്റും എടുക്കും. തേങ്ങ അഴിക്കാതിരുന്നാൽ മതിയല്ലോ. ചേട്ടന്റെ തലയിൽ തേങ്ങ വളർന്നു. ചികിത്സയോ? മുതുകുവേദനയ്ക്കോ? എനിക്ക് മുതുക് വേദനയാ. തേങ്ങ തൂക്കിക്കോ. കേടായ തേങ്ങ തൂക്കിയാൽ മുതുകും കേടാകുമോ? ചേട്ടന് തേങ്ങ മതിയാവില്ല. ഒരു തെങ്ങ് തൂക്കിയിട്ടാലോ? 4 തേങ്ങ കൂടുതൽ വേണം. ആവശ്യക്കാർ കൂടുതലോ? ശരി ചേട്ടന്റെ തേങ്ങ ചികിത്സ. തന്റെ തേങ്ങ പരിപാടി വൈറലായല്ലോ. ഹിഹി. എടോ, താനാണോ നിന്റെ അനിയന് തേങ്ങ ചികിത്സ പറഞ്ഞു കൊടുത്തത്? അതെ ചേട്ടാ, നടുവേദനയാണെന്ന് പറഞ്ഞപ്പോ. അത് പറഞ്ഞാൽ ഉടനെ താൻ തേങ്ങ കെട്ടിക്കൊടുക്കും അല്ലേ? അയ്യോ പടേ. എടോ, തേങ്ങ പൊങ്ങിക്കിടക്കുന്നത് കാരണം അവന് മുങ്ങാൻ പറ്റുന്നില്ല. താൻ കെട്ടിയ കെട്ട് അഴിക്കാനും പറ്റുന്നില്ല. എന്തോ കണ്ടു പേടിച്ചതാ. പേടി സ്വപ്നം കണ്ടതാ. കാലത്ത് എഴുന്നേറ്റിട്ട് ഇതുവരെ മിണ്ടിയിട്ടില്ല. പേടി സ്വപ്നം കണ്ടെന്ന് മോൻ പറഞ്ഞു. വാ, മൂങ്ങ വൈദ്യരൊന്ന് കാണാം. പേടിക്കാനൊന്നുമില്ല. കുറെ കഴിയുമ്പോൾ താനേ മിണ്ടിക്കോളും. കുറെ കഴിയാൻ എത്ര നേരം വേണ്ടി വരും? അതുപോരാ, മോൻ മിണ്ടാതിരിക്കുന്നത് കാണാൻ വയ്യ. സംസാരിപ്പിക്കാൻ ഒരാളുണ്ട്. മിടുക്കനാ. ആളെത്തി. ഇത് എളുപ്പമല്ലേ? ചില ചോദ്യങ്ങൾ ചോദിച്ച് മിണ്ടിക്കാം. ശിഷ്യ, ഞാൻ ചികിത്സിക്കുന്നത് കണ്ടു പഠിച്ചോളൂ. മോന്റെ പേരെന്താ? ഒരു പാട്ട് പാടാമോ? മോന് തിന്നാൻ കരിമ്പ് വേണോ തേങ്ങ വേണോ? രക്ഷയില്ല, എഴുതി വായിപ്പിച്ചു നോക്കാം. ശിഷ്യ, കണ്ടു പഠിച്ചോളൂ. ആന മിടുക്കനായ ഒരു മൃഗമാണ്. ഇതും രക്ഷയില്ല, പേടിപ്പിച്ചു നോക്കാം. ഗ്രാ, നിന്നെ ഞാൻ തുണ്ടം തുണ്ടമാക്കി. അയ്യോ. ഒരടി കൊടുത്താൽ മിണ്ടും. ശിഷ്യ, കൊടുക്ക് 2 എണ്ണം. വേണ്ട വേണ്ട, തല്ലും വേണ്ട. എന്നാൽ ഇനി ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ അല്പം മാറി നിൽക്കാമോ? റെഡി. മോനെ, ഇപ്പൊ മിണ്ടാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഹാവൂ, രക്ഷപ്പെട്ടു. ഇതിന് തക്ക പ്രതിഫലം ഞാൻ കൊണ്ടുവരാം. ശിശി, ആനക്കുട്ടിയുടെ വായിലിരുന്ന ശിഷ്യനാ മിണ്ടുന്നത്. പ്രതിഫലം കിട്ടിയാൽ ശിഷ്യൻ പതുക്കെ പുറത്തു വരൂ. ഓടിവായോ, മോൻ വിച്ചുമ്പേയും പറയുന്നു. പറയുന്നത് കേട്ടില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? ശിഷ്യ, വൈദ്യരേ, നീ കാട്ടുമുത്തപ്പനോ? ഈയിടെ ഭയങ്കര ശരീരവേദന, ക്ഷീണവും. ഭാരം കൂടിയ മൃഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാ വേദന കൂടുതൽ. ആന, കാണ്ടാമൃഗം ഇവരൊക്കെ വിളിച്ചാൽ ഞാൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണ്ടേ? ശരി, മരുന്ന് തരാം. പക്ഷേ ഒരാഴ്ചത്തേക്ക് ഭാരമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടരുത്. അതെങ്ങനെ പറ്റും? ഏതെങ്കിലും ആന വിളിച്ചാൽ? സൂത്രനോട് പറയാം, എന്തെങ്കിലും വഴി കാണും. അതുകൊണ്ട് കാട്ടുമുത്തപ്പനെ ഒരാഴ്ചത്തേക്ക് ആനകൾ വിളിക്കരുത്. അത് എല്ലാ ആനകളോടും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. പല സ്ഥലത്തായി എഴുതി വെക്കാം. അഥവാ ആന വിളിച്ചാലും പ്രത്യക്ഷപ്പെടാതിരുന്നാൽ പോരെ? അയ്യോ, അത് പറ്റില്ല. എന്റെ പണി പോകും. ശരി, എങ്കിൽ എഴുതി വെക്കാം. ഒരാഴ്ചത്തേക്ക് ആനകൾ കാട്ടുമുത്തപ്പനെ വിളിക്കരുത്. കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ്. കാട്ടുമുത്തപ്പന് ചികിത്സയാണെങ്കിൽ ആരും വിളിക്കാൻ പാടില്ലല്ലോ. ശരിയോ? ആനകൾ മാത്രം എന്താ പ്രത്യേകത? ആനയുടെ അടുത്ത് വന്നാൽ അസുഖം കൂടുമോ?
അത് തെറ്റാ. നമുക്കെന്താ വൃത്തിയില്ലേ? നമ്മളെന്നും കുളിക്കും. ആഴ്ചയിൽ ഒരു തവണ പോലും കുളിക്കാത്തവരുണ്ട്. വലിയ ശരീരമല്ലേ, കൂടുതൽ രോഗാണുക്കൾ ഇരിക്കുമെന്ന് വിചാരിച്ചു കാണും. എങ്കിൽ നമുക്കല്ല അസുഖം വരേണ്ടത്, അതിലല്ലല്ലോ. ഓരോ കോട്ടുമുത്തപ്പനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാ. അത് സൂത്രനാ, അവനാ ഇതൊക്കെ എഴുതിയത്. ഞങ്ങളുടെ ശരീരത്തിൽ മൊത്തം രോഗാണുവാണെന്ന് താൻ പറഞ്ഞു അല്ലേ? ആദ്യമായിട്ട് അവനെ ആണോ സൂത്ര? എന്നിട്ടൊന്നും കാണാനില്ലല്ലോ. വൈദ്യരെ, കാട്ടിലെ ആനകൾ മൊത്തം എന്നെ വിളിച്ച് പ്രത്യക്ഷപ്പെടുത്തി. അയ്യോ, അവർക്ക് അസുഖമൊന്നും ഇല്ലെന്ന് തെളിയിക്കാനാണത്രേ. ശരു, നമ്മുടെ കടിയസിംഹത്തിന് മോന് ജിറാഫിനെ കാണണമെന്ന്. ഓരോ കാണണമെന്ന്? ജിറാഫിനെ ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്കാമെന്ന്. എന്റെ അമ്മ, എവിടുന്ന്? അതിനൊക്കെ വഴിയുണ്ട്, താൻ വാ. വെറുതെ അല്ല, വയറു നിറച്ചു തീറ്റ കിട്ടും. താൻ ഈ കുഴല് കണ്ടോ? ഇതാണ് ജിറാഫിന്റെ കഴുത്ത്. ദാ ആ വരുന്നത് ജിറാഫിന്റെ തല. ചേട്ടാ, വിശക്കുന്നു. ഈ പോത്തിൻ കുട്ടിയോ? വിശക്കുന്നേ. എടാ, നീ ഇതിനകത്തു കേറി ഇരി. മിടുക്കൻ. കണ്ടോ, ജിറാഫിന്റെ തലയും കഴുത്തുമായി. കുറുക്കൻ ചേട്ടാ, വിശക്കുന്നേ. ഇവൻ എപ്പോഴും തീറ്റയുടെ വിചാരമാണ്. ഇനി താനിതെടുത്ത് കഴുത്തിലോട്ട് വെക്കി. ഞാനോ? വെക്കുന്നേ, ഞാനല്ലേ പറയുന്നത്. തിന്നാനായോ? ജിറാഫ് റെഡി. കുഞ്ഞിനെ കാണിക്കാനല്ലേ, ഇത്രയൊക്കെ മതി. കണ്ണു കാണാൻ വയ്യടോ. നല്ലത് തിന്നാൻ തരണേ ചേട്ടോ. വാ, ഞാൻ പിടിക്കാം. സിംഹ കുഞ്ഞിന് ജിറാഫിനെ ഇഷ്ടപ്പെട്ടാൽ കോൾ അടിച്ചു. തിരുമനസേ, ആളെത്തി. നീ എന്റെ കുഞ്ഞിനെ പേടിപ്പിക്കുന്നല്ലടാ. പ്ലാവില തിന്നാൻ നോങ്ങിയതാ, വിശപ്പ് മാറി. ഇനി ചേട്ടൻ എന്നെ താഴെ ഇറക്കിക്കോ. ഇടിക്കും ഞാൻ. ഇടിക്കാൻ വന്നാൽ ഞാൻ ഇത് നിന്റെ മുതുകത്ത് വരയ്ക്കും. ചൊറിയുന്നില്ലയാ? അയ്യോ, ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നാൽ ചൊറിയനില കാണിച്ച് പേടിപ്പിക്കാം. ഉഗ്രൻ സൂത്രം. സൂത്ര, ഓടിക്കോ. ചൊറിയനില കാണിച്ചിട്ടും ഇവർ പേടിക്കുന്നില്ല. സിംഹത്തിന്റെ പല്ല് വരയ്ക്കാൻ സാർ പറഞ്ഞത് വരച്ചോ? ഞാൻ വരച്ചില്ല. നീയോ? ഞാനും വരച്ചില്ല. ഇനി എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്യാതെ ചെന്നാൽ അടി ഉറപ്പാ. നമുക്ക് ഇന്ന് പോകണ്ട, കളിച്ചു നടക്കാം. വയറുവേദനയാണെന്ന് പറയാം. എനിക്ക് വയറുവേദന, നിനക്ക് പനി. നാളെ ചെല്ലുമ്പോ അങ്ങനെ പറയണം. ശരി, എനിക്ക് വയറുവേദന, നിനക്ക് പനി. നിനക്കല്ല, എനിക്ക് വയറുവേദന, നിനക്ക് പനിയാ. ശരി, പനി അല്ല, എനിക്ക് പനി. ക്ലാസ് കഴിയുന്നത് വരെ കളിക്കാം. നാളെ സാറിനോട് പറയാനുള്ളത് നീ മറന്നോ? ഇല്ല, എനിക്ക് വയറുവേദനയല്ലേ. മണ്ടച്ചാരി, നിനക്ക് പനി, എനിക്ക് വയറുവേദന. നാളെ പിന്നെ മറക്കരുത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. നാളെ നീ ഒന്നും മിണ്ടണ്ട. അത് മതി. ഇന്നലെ എന്തോ വരാതിരുന്നത്? സൂത്രം പറയണ്ട, ശരി പറയട്ടെ. അത് ഒരാൾക്ക് പനി, മറ്റേ ആൾക്ക് വയറുവേദന. ആർക്കാ പനി എന്ന് സൂത്രം പറയും. ഓന് ചാടാൻ പറ്റുന്നില്ലോ, ഒന്ന് പഠിപ്പിക്കണം. ചാടാനോ? അതിത്ര പഠിക്കാനുണ്ടോ? ദാ ഇങ്ങനെ ചാടിയാൽ പോരെ. ഈ ചാട്ടമല്ല, ഗുഹയുടെ മുകളിൽ കയറിയിട്ട് ചാടണം. അതും കാണിക്കാം. ദോ ചാടി. ഇതല്ലടോ, ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടണം. അതാ മോന് പറ്റാത്തത്. അയ്യോ, അത് റിസ്കാ. സത്യത്തിൽ എന്തിനാ മോൻ ചാടുന്നത്? അവൻ സാഹസികനാണെന്ന് തെളിയിക്കാനോ? അതിനൊക്കെ വേറെ വഴിയുണ്ട് ചേട്ടാ. ഉണ്ടോ? എങ്കിൽ എനിക്കും തെളിയിക്കണം. വേറെ വഴി വേണ്ട, മോന് ചോടെ തന്നെ തെളിയിക്കണം.
ഞാൻ പുറത്തു പോയി വരാം. വരുമ്പോഴേക്കും മോൻ ചാടിയിരിക്കണം. കുടുങ്ങിയല്ലോ, എന്തു ചെയ്യും? ഇങ്ങേർക്ക് പൊക്കം കുറഞ്ഞ ഗുഹയിൽ താമസിച്ചാൽ പോരായിരുന്നു? സൂത്ര, എനിക്കൊരു ഐഡിയ. വെള്ളത്തിൽ ചാടാൻ പേടിക്കണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ഗുഹയ്ക്ക് ചുറ്റും കുളം കുഴിച്ച് വെള്ളം നിറച്ചാലോ? ഓടോ, താനിത് കുളമാക്കും. പക്ഷെ വെള്ളമല്ല, പകരം മണ്ണിട്ട് കൊടുത്താൽ സംഗതി നടക്കും. മണ്ണിട്ടാൽ തറ സോഫ്റ്റ് ആകും. അതിലേക്ക് ചാടാൻ ഈസിയാ. താൻ കുറച്ച് മണ്ണ് കൊണ്ടിട്. ചാടിക്കോ. കുറച്ചുകൂടി മണ്ണ് വേണം. താൻ ആവശ്യത്തിന് മണ്ണിട്ട് കൊടു. ഞാൻ ഇപ്പ വരാം. ഒന്ന് റെസ്റ്റ് എടുക്കാം. എന്തോയി? കടിയിൽ അത് ഞാനെല്ലാം സെറ്റാക്കിയിട്ടാ പോകുന്നത്. ഇപ്പൊ മോൻ ചാടിക്കാണു. അമ്മമ്മ ഗുഹയിലുണ്ട്. ശ്വാസം മുട്ടലോ? മരുന്ന് വാങ്ങാൻ പോയതോ ഞാൻ. ചാടിക്കോ മോനെ. ഇനിയും മണ്ണ് വേണം. അയ്യോ, ഗുഹ. അമ്മമ്മ. കരടി ചേട്ടാ, എന്റെ അമ്മാവന്റെ ഒരു ചിത്രം വരയ്ക്കണം. ജലദോഷിക്കുന്നിന്റെ വടക്കാ താമസം. അമ്മാവനോട് വരാൻ പറഞ്ഞോളൂ, ഇവിടെ ഇരുത്തി വരയ്ക്കാം. അയ്യോ, അമ്മാവന് തീരെ വയ്യ. കരടിച്ചേട്ടൻ അങ്ങോട്ട് വന്നാൽ നന്നായി. അടുത്ത മാസം പോരെ? അതുപോരാ, അമ്മാവൻ ധൃതി പിടിക്കുകയാ. ഒരു മാസം എനിക്ക് നല്ല തിരക്കാണല്ലോ. വരയ്ക്കാൻ വേറെ ആരെയെങ്കിലും നോക്കേണ്ടി വരും. അത് പറ്റില്ല, അമ്മാവനെ തന്നെ വരയ്ക്കണം. അതല്ല, വേറെ ചിത്രകാരനെ നോക്കണമെന്ന്. അമ്മാവൻ ദേഷ്യക്കാരനാ. പരിപാടി പൊളിഞ്ഞാൽ പണിയാവും. ഇതിനൊക്കെ ആളെ കിട്ടുമോന്നാ? അത്ര ഈസിയായ കാര്യമല്ലേ. മുന്നിൽ കുറെ നേരം ഇരുത്തി പോസ് ചെയ്ത് വരയ്ക്കലൊക്കെ. ഷോ, ആരെ കിട്ടാനാ? ഞാൻ മതിയോ? എന്താ ചോദിച്ചത്? പോസ്റ്റ് ചെയ്ത് വരയ്ക്കുന്ന പരിപാടിയല്ലേ, ഞാൻ മതിയോന്ന്. ഈ വിദ്വാനെ വിശ്വസിക്കാമോ? തോം വിശ്വസിച്ചാൽ ഞാനും വിശ്വസിച്ചോളാം. ഏതായാലും ഇങ്ങനെ കരടിച്ചേട്ടന്റെ അടുത്തൊന്ന് കൊണ്ടുപോകാം. ഇതുപോലെ ചെയ്യാൻ പറ്റുമോന്നാ ചോദിച്ചത്. പണ്ട് കുറെ ചെയ്തത്, ഇപ്പൊ കുറച്ചു കാലമായി ചെയ്തിട്ട്. വൈകിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ മാത്രം മതി. നാളെ രാവിലത്തേക്ക് ഓക്കെ. ഒന്ന് ചെയ്ത് കാണിക്കാമോ? ഞങ്ങളുടെ ഒരു ധൈര്യത്തിന്. എന്തു ധൈര്യം? നിങ്ങൾ എന്തിന് ഇങ്ങനെ പേടിക്കുന്നത്? നാളെ രാവിലെ ഞാൻ ഇവിടെ വന്നാ പോരെ? ദോ ഓളത്ത്. ഞാൻ റെഡി, തുടങ്ങാം. ഇവിടെ അല്ല, ജലദോഷി കുന്നിലാ വരയ്ക്കാനുള്ള ഐറ്റംസ് ഒന്നും പുള്ളിയുടെ കയ്യിൽ കാണാനില്ലല്ലോ. അല്ല, ഇങ്ങനെ കയ്യും വീശി പോയാൽ മതിയോ? അവിടെ എത്തട്ടെന്നെ. ശിശി. അസിസ്റ്റന്റുമാർ സ്പോട്ടിൽ എത്തുമായിരിക്കും. അതോ? അമ്മാവ, ആളെത്തി. വരയ്ക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇത്രയും പ്രായം പ്രതീക്ഷിച്ചില്ല. അമ്മാവൻ വരച്ചോ? ഞാൻ റെഡി. ചേട്ടനെ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. കാണാൻ വഴിയില്ല. യാത്രയല്ലേ യാത്ര. ഞാനിവിടെ ആദ്യമായാ വരുന്നത്. യാത്ര ചെയ്താലേ അനുഭവങ്ങൾ ഉണ്ടാകൂ. സ്വാനുഭവങ്ങളിൽ നിന്നേ പലതും പഠിക്കൂ. എന്തിൽ നിന്ന്? സ്വാനുഭവം, അതായത് സ്വന്തം അനുഭവം. അങ്ങനെ പഠിച്ചാലേ നമ്മുടെ ബുദ്ധി വളരൂ എന്നാണ് സ്വജീവിതം എന്നെ പഠിപ്പിച്ചത്. സജീവിയോ? അതേത് ജീവി? ജീവിയല്ല, സ്വജീവിതം. സ്വന്തം ജീവിതം എന്നർത്ഥം. കൂട്ടുകാരന് സ്വാനുഭവം കുറവാണ് അല്ലേ? ചേട്ടന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് സ്വന്തൻ. കോട്ടെ, സ്വഗുഹയിൽ എത്തും മുമ്പ് കുറെ കൂടി സ്വാനുഭവം സമ്പാദിക്കാനുണ്ട്. സുഖ എന്ന് പറഞ്ഞാൽ? സ്വന്തം ഗുഹ എന്നു തന്നെ. സ്വന്തം എന്നതിന് ചുരുക്കി സ്വ എന്നു ചേർത്ത് പറയാറുണ്ട്. അത് ശരി. അപ്പോൾ സ്വന്തം കൈ എന്നതിന് സ്വക്കൈ എന്ന് പറയാം അല്ലേ? അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല. അയ്യോ, കടിയൻ. അമ്മോ, മുഖത്തെ ഭാവം അത്ര ശരിയല്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. എന്താടാ പേറുപെറുക്കുന്നത്? അത് ചേട്ടന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്ന് സൂത്രം പറഞ്ഞതോ? സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവം എന്നല്ലേ? വൈദ്യരെ, വൈദ്യരെ, സൂത്രന്റെ ഓർമ്മ പോയി.
എന്റെ പേര് പോലും ഓർമ്മയില്ല. എന്നെ അജഗജാന്ന് വിളിച്ചു. ഞേ സൂത്രൻ എവിടെ? മൂക്കൻ കുന്നിന്റെ കിഴക്കേ ചെരുവിലോ. മൊത്തം കിളിപോയ സീനോ. കൂടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ല. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. ആരാ? ഇത് മൂങ്ങ വൈദ്യരാ സൂത്ര, മൂങ്ങ വൈദ്യര്. നേരത്തെ ഒരു ആന എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് ആനയല്ലടോ, ഞാനോ. ഓ മനസ്സിലായി. കാറ്റത്ത് ഏതോ മണം വരുന്നുണ്ട്. ആ മണം ശ്വസിച്ചാൽ ചിലർക്ക് ഓർമ്മ പോകും. ശരിയോ, വൃത്തികെട്ടൊരു മണം കിട്ടുന്നുണ്ട്. സാരമില്ല, കുറച്ചു കഴിഞ്ഞാൽ ഓർമ്മ തനിയെ തിരിച്ചു കിട്ടും. വല്ലാത്ത മണം. ഞാനൊരു മരുന്ന് തരാം. വൈദ്യർ എപ്പോ വന്നു? തനിക്ക് വൈദ്യരെ മനസ്സിലായോ? അതെന്തു ചോദ്യമാടോ? ഔ ഓർമ്മ കിട്ടി. ഏതായാലും രണ്ടുപേരും ഈ മരുന്ന് കഴിച്ചോ. കുഴപ്പമെല്ലാം മാറിയ സ്ഥിതിക്ക് ഞങ്ങള് പോട്ടെ വൈദ്യരെ. എന്റെ ഓർമ്മ പോയെന്നോ? ഷടാ, അതെനിക്ക് ഓർമ്മയില്ല. മണമടിച്ചിട്ടോ? മണം എനിക്കും കിട്ടി, പക്ഷെ എന്റെ ഓർമ്മ പോയില്ല. ചിലർക്കേ പോകൂ. എടോ, എനിക്കൊരു വയറുവേദന. അയ്യോ, എനിക്കുമുണ്ട്. എന്തോ പ്രശ്നമോ. വൈദ്യരെ ഒന്നും കൂടി കാണേണ്ടി വരും. വേദനയുള്ള കാര്യം മറന്നാലും മതിയായിരുന്നു. അമ്മോ, വൈദ്യരെ, വൈദ്യരെ, ഞങ്ങൾക്ക് വല്ലാത്ത വയറുവേ. ആരാ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. വൈദ്യരെ, ഇത് ഞങ്ങളാ. ഓ, നേരത്തെ മരുന്ന് വാങ്ങിപ്പോയ രണ്ട് ആനകളാ അല്ലേ? ഞാനങ്ങ് മറന്നു. ചതിച്ചോ? വൈദ്യര് സകലതും മറന്നു. വേറെന്തോ മരുന്നാ നമുക്ക് തന്നത്. അയ്യോ. സൂത്ര, ഏതോ ഒരു കരടി അപ്പൂപ്പനെ അടിച്ചു വീഴ്ത്തിയെന്ന്. എതിരെ വന്നപ്പോ വഴി മാറിക്കൊടുക്കാത്തതിനോ? വഴി മാറിക്കൊടുക്കാത്തതിന് അടിയോ? അത് കൊള്ളാമല്ലോ. കൊള്ളാമെന്നോ? എന്തിനാ ചുമ്മാ തല്ലുകൊള്ളുന്നത്? തല്ലുകൊള്ളാമെന്നല്ല, ഇതിനെതിരെ പ്രതികരിക്കണമെന്ന്. അതെ, എതിരെ വരുന്നവൻ തല്ലുന്നതിന് എതിരെ പ്രതികരിക്കണം. എന്താ പ്രശ്നം? ഒരു കരടി ഈ അപ്പൂപ്പനെ വെറുതെ തല്ലി. ഒരു കരടിയല്ല, ഏതോ ഒരു കരടി. കൊണ്ടാനെന്നാ കരടിയുടെ പേര്. ഈ പ്രശ്നത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചേ തീരൂ. അതെ, പ്രതികരിച്ചാൽ പ്രശ്നം തീരും. ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാം. ആ നീതിക്കെതിരെ ശബ്ദമുയർത്തണം. എങ്കിൽ നല്ല ശബ്ദമുള്ളവരെ മീറ്റിംഗിന് വിളിക്കാം. സുഹൃത്തുക്കളെ, കൊണ്ടാങ്കരടി കാരണമില്ലാതെ തല്ലിയതിനെതിരെ പ്രതികരിക്കാനാണ് നമ്മൾ. കാരണമുണ്ട് സൂത്ര, എതിരെ വന്നതോ കാരണം. താമിണ്ടാതി. നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ഓരോരുത്തരായി ഇവിടെ വന്ന് അഭിപ്രായം പറയണം. തല്ലിയ കൊണ്ടാങ്കരടിക്ക് കഴിഞ്ഞ ആഴ്ച തല്ലും കിട്ടിയിട്ടുണ്ട്, ഞാൻ കണ്ടതാ. എങ്കിൽ അതിനെതിരെ പ്രതികരിക്കണം. ആരാ തല്ലിയത്? കർമ്മറ് കടുവ. ഏത്? ബബ്ബന്റെ തൊഴിൽ കിട്ടിയ കർമ്മറുവോ? അതെ. ബബ്ബൻ തൊഴിച്ചു, എങ്കിൽ അതിന് പ്രതികരിക്കണം. ബബ്ബനും കണക്കിന് കിട്ടി. ഞാൻ ഉറങ്ങുമ്പോ തേനീച്ച കുത്തി. എങ്കിൽ തേനീച്ച കുത്തിനെതിരെ പ്രതികരിക്കണം. എങ്കിൽ മാങ്ങേണ്ടി അതിനെതിരെ പ്രതികരിക്കണം. ആരാ എറിഞ്ഞത്? എങ്കിൽ പ്രതികരിക്കടാ വേഗം. ഇതിനെതിരെ പ്രതികരിക്കണോ സൂത്ര? ഈ മാസം ഇത് 3ാമത്തെ തവണയാ ഗുഹ മാറുന്നത്. ഇവിടെയെങ്കിലും തന്റെ മണ്ടാത്തരം പുറത്തെടുക്കരുത്, പറഞ്ഞേക്കും. ഈ ഗുഹ കൊള്ളാം. വെള്ളം കിട്ടാൻ പുഴ വരെ നടക്കണം, അതാ പ്രശ്നം. ഇവിടെ ഒരു കിണറ് കുഴിച്ചാലോ? ശരുവിനെ സോപ്പിടാം. ശരു, തന്റെ അത്രയും ബുദ്ധിയും ശക്തിയുമുള്ള ഒരു കടുവയുടെ സഹായമുണ്ടെങ്കിൽ നമുക്ക് കുടിവെള്ളം ദാ ഇവിടെ കിട്ടും.
താൻ ഇവിടെ ഒന്ന് കുഴിച്ചു നോക്ക്. എവിടെ? ദാ അവിടെ. ഓ പാറയ്ക്കടുത്തോ? അല്ലെന്നേ, അപ്പുറത്ത്. ആ ചെടിയുടെ പിന്നിലല്ലേ? മണ്ടച്ചാരെ, അല്ല അല്ല അല്ലോ. താൻ തെളിച്ചു പറ. ദാ ആ തെങ്ങിന്റെ നിഴലു ചെന്ന് മുട്ടുന്ന സ്ഥലമില്ലേ, അവിടെ കുഴി. ഞാനേ പോയിട്ട് വൈകുന്നേരം വരാം. ഒന്ന് പുകഴ്ത്തി കൊടുത്താൽ ഈ തിരുമണ്ടൻ എന്തും ചെയ്തോളും. ഹാവൂ, ഉറങ്ങിപ്പോയി. മണ്ടൻ കടുവയുടെ കിണർ പണി എന്തായോ എന്തോ, ചെന്ന് നോക്കാം. പണി തീർന്നു സൂത്ര. തെങ്ങിന്റെ നിഴല് വൈകുന്നേരമായപ്പോഴേക്കും പുഴയിൽ ചെന്ന് മുട്ടി. കിട്ടി, മരുന്ന് കിട്ടി. എന്റെ വര ഈയിടെ ശകലം മങ്ങിയോന്നൊരു സംശയം. ഇത് വര തെളിയാനുള്ള പൊടിയോ മൂങ്ങുമൈതിരി തന്നു. എന്നിട്ടിത് തറയിലാണോ കൊണ്ടിടുന്നത്? കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കടോ. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓ, എന്താണോ ഇത്? എടോ, എന്താണെന്ന്? മരുന്ന് പൊടി. നടക്കുന്ന വഴിയിലാണോ മരുന്ന് കെട്ടി തൂക്കുന്നത്? ഞാൻ പോയി വരുമ്പോ ഈ പൊടിയുടെ കണ്ടാലുണ്ടല്ലോ. സൂത്രം കാണാതെ ഇത് എവിടെ വെക്കും? എന്നിട്ട് താനാ പൊടി എവിടെ കൊണ്ടുവച്ചു? കെട്ടി തൂക്കിയിട്ടില്ല, വെള്ളപ്പാത്രത്തിന്റെ ചോട്ടിലുമില്ല, ഇവിടെയും ഇല്ല. രക്ഷയില്ല. അമ്പടാ, സമ്മതിച്ചു. ശരിക്കും തളർന്നു, ദാഹിച്ചിട്ട് വയ്യ. അയ്യോ സൂത്ര, പൊടി ഞാൻ വെള്ളത്തിലാ കലക്കി വെച്ചത്. അമ്മേ, ഞാൻ സൂത്രനെ സഹായിക്കാൻ പോട്ടെ. സഹായിക്കാനോ? എന്ത് ജോലിക്കാ? കല്ലെറിയാനാ. കല്ലെറിയാനൊന്നും നീ പോകണ്ട. സൂത്രൻ ഇഴിച്ചിട്ടാ. അല്ലെങ്കിലും ആ സൂത്രന് വികൃതി കുറേ കൂടുതലാ. അച്ഛൻ അറിയണ്ട. കല്ലെറിയാനൊക്കെ നീ കൂടെ ചെന്നതായി അറിഞ്ഞാൽ നല്ല അടി കിട്ടും. സൂത്ര, നിന്നെ സഹായിക്കാൻ പറ്റില്ല. നിന്റെ കൂടെ കല്ലെറിയണ്ടെന്ന് അമ്മ പറഞ്ഞു. കല്ലെറിയാനോ? സൂത്ര, ഇറച്ചി ചെറുതായി മുറിച്ചു വെച്ചത് വൃത്തിയാക്കാനല്ലേ നിന്നെ ഏൽപ്പിച്ചത്? ഇറച്ചി കഷ്ണത്തിൽ ചെറിയ കല്ലുകൾ വീണ കിടപ്പല്ലേ, അത് പെറുക്കി എറിഞ്ഞു കളയാൻ സഹായിക്കാനാ ഞാൻ പറഞ്ഞത്. ദ്വീപുകളെ പറ്റി പഠിക്കാനുണ്ട്. സന്തോഷം. ദ്വീപോ? അതെന്തോ? ചുറ്റും വെള്ളമുള്ള സ്ഥലമാണ് ദ്വീപ്. നിന്ന് വെറുതെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക്. മോന് ഒരു ദ്വീപ് കാണിച്ചു കൊടുക്കണം അല്ലേ? അല്ലോ, മോന് കണ്ടുപഠിച്ചാനായി പുഴയിൽ ഒരു ദ്വീപ് ഉണ്ടാക്കണം. എന്നെ കാട്ടുമുത്തപ്പാ. എന്താ, തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഹേയ്, ഇല്ല. പുഴയിൽ ചാടിയാൽ ചുറ്റും വെള്ളമാവില്ലേ? അപ്പൊ നമ്മളും ദ്വീപാവില്ലേ? മിണ്ടാതിരിയടോ. ചേട്ടാ, ദ്വീപ് ചെറുതുപോലെ. ചെറുതെന്ന് പറഞ്ഞാൽ? എന്ന് പറഞ്ഞാൽ ഒരു മത്തങ്ങയുടെ വലുപ്പം. മത്തങ്ങ ദ്വീപ് കണ്ട് എന്ത് പഠിക്കാനോട്? മത്തങ്ങ തലയോ? ചുരുങ്ങിയത് ഒരു ഗോയുടെ വലുപ്പമെങ്കിലും വേണം. പുഴയിൽ ദ്വീപുണ്ടാക്കുന്നത് നടപ്പുള്ള പണിയല്ല ചേട്ടാ. എന്നാ പിന്നെ നടപ്പുള്ള പണി പറ. പുഴയുടെ അടുത്ത് കരയിലുണ്ടാക്കാം. കരയിൽ ദ്വീപോ? അത് എന്തെങ്കിലും ചെയ്യ്. ഭാഗ്യം, മണ്ട സമ്മതിച്ച്. പോയി തോട് വെട്ടാനുള്ള ആയുധം കൊണ്ടുവാടോ. തോടോ? ദ്വീപല്ലേ? എടോ, ദ്വീപിന് ചുറ്റും വെള്ളം വേണ്ടേ? പുഴയിൽ നിന്ന് തോട് വെട്ടി വെള്ളം എത്തിക്കാം. പുഴയിൽ നിന്ന് 9 ഷേപ്പിൽ തോട് വെട്ടണം. അന്നേരം വെള്ളം കിട്ടും, 9 നടുവിൽ ദ്വീപും കിട്ടും. ഉഴഞ്ഞ മണ്ണ, വേഗം തോട് വെട്ടാൻ പറ്റും. താൻ പണി തുടങ്ങിക്കോ. എന്റെ ഐഡിയയിൽ ശരി പണിയുന്നുണ്ട് ചേട്ടാ. തീർന്നാൽ വിളിക്കും. തീർന്നില്ലേ? നേരം കുറെ ആയല്ലോ. ആ മണ്ടനെ കാണാനില്ലല്ലോ. പോയി നോക്കോ. കാട്ടുത്തപ്പോ, തോട് പണി തീർത്തില്ലെങ്കിൽ എന്റെ പണി തീരും. തീരാറായി. തോനെന്തോ വരയ്ക്കുന്നത്?
കണ്ടിട്ട് തനിക്കെന്ന് തോന്നുന്നു? അപ്പൂപ്പന്താടി വേർത്തൊലിക്കുന്ന പടം. ഏ? എടോ മൊണ്ടച്ചോര്, സൂര്യൻ കരയുന്നതാ. അയ്യോ, എന്തിനാ കരയുന്നത്? ഇത് മോഡേൺ ആർട്ടാ, വലിയ വലിയ അർത്ഥങ്ങളുണ്ടാവും. വേനൽക്കാലം തീരാൻ പോകുന്നു എന്നോർക്കുമ്പോ സൂര്യന് സങ്കടം വരും, അപ്പൊ കരയും. അതാണ് മഴയായി പെയ്യുന്നത്. അതാണല്ലോ മഴ. ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എടോ, ശരിക്കും അങ്ങനെയൊന്നുമല്ല. ഇത് ചിത്രകാരന്റെ ഭാവനയാ. മോഡേൺ ആർട്ടിൽ അങ്ങനെ നടക്കാത്ത കാര്യമൊക്കെ വരയ്ക്കാം. ഉള്ളിലുള്ളതൊക്കെ പ്രകടിപ്പിക്കാൻ മോഡേൺ ആർട്ട് ബെസ്റ്റാ. നടക്കാത്ത കാര്യം കുറെ എന്റെ ഉള്ളിലും ഉണ്ട്. മോഡേൺ ആർട്ട് പ്രകടിപ്പിക്കട്ടെ. ആഹാ, താൻ വരയ്ക്കടോ. സൂത്രോ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എവിടെ കാണട്ടെ. ആവും ശരി. സൂര്യൻ, മേഘം, മഴ ഇതൊക്കെ വരച്ചാൽ മോഡേൺ ആർട്ടാവും എന്ന വിചാരം. എന്തോ ഇവിടെ പരിപാടി? അയ്യോ, കടിയൻ. മോഡേൺ ആർട്ടോ? ഉള്ളിലുള്ളത് പ്രകടിപ്പിച്ചതോ? സോറി. ഇതോരോ വരച്ചത്? ഞാനാ. സിംഹം കോറിയുന്ന ചിത്രം ഇതാണോടോ തന്റെ ഉള്ളിലുള്ളത്? സിംഹമോ? ഇത് കണ്ടാൽ അങ്ങനെയും തോന്നുമോ? ഇത് ശരി വരച്ചതാണോ? അത് സോറി. കണ്ടു പഠിക്കടോ. ഇങ്ങനെ വേണം ചിത്രം വരയ്ക്കാൻ. സൂര്യൻ, മേഘം, മഴ, മഴയത്ത് നനയുന്ന കുറുക്കൻ. ശരുവിന് തന്നേക്കാൾ കഴിവുണ്ട്. സൂര്യനെ വരച്ച് എനിക്കിടി, തനിക്ക് അഭിനന്ദനം. അതിന് ഞാൻ വരച്ചത് സൂര്യനെ അല്ല, കടിയനെയോ. മറ്റേത് മേഘവും മഴയുമല്ല. മരമോ? മരച്ചോട്ടിൽ നിൽക്കുന്നത് താനോ? തന്നെ പിടിച്ച് കടിയ മരത്തിൽ ഒളിച്ചിരിക്കുന്നതാ ഞാൻ വരച്ചത്. എന്റെ ഉള്ളിലൊരു മോഹം പ്രകടിപ്പിച്ചതോ.